അമ്മിണി, അമ്മിണി, മോളെ വാതിൽ തുറക്കും. മോളെ, മോളെ വാതിൽ തുറക്കാൻ. അമ്മിണിക്കുട്ടി കഥ അടച്ചകത്തിരുന്ന് എന്ത് ചെയ്യാണ് ടീച്ചറ? വിളിച്ചിട്ട് മിണ്ടുന്നില്ല. അവളെ ഉപദ്രവിക്കേണ്ട നങ്ങേലി, അവൾ അകത്ത് സുഖമായിട്ടിരുന്നോട്ടെ. ഇത് അങ്ങനെയൊന്നും അല്ല. എന്റെ മോൾ എന്തെങ്കിലും ചെയ്യും. എനിക്ക് പേടിയാകുന്നു. അമ്മിണി, മോളെ അമ്മിണി. നീ അങ്ങോട്ട് മാറിക്ക. അമ്മിണി, അമ്മിണി. എന്റെ അമ്മേ. മോളെ, എന്റെ പൊന്നു മോളെ, നിനക്ക് ആരായി ബുദ്ധി പറഞ്ഞു തന്നത്? ഒരു സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ എന്റെ മോളിപ്പം ഒരു മനുഷ്യ പറ്റില്ല തളയി പോയല്ലോ നിങ്ങള്. എന്റെ മോളെ കുരുതി കൊടുത്തിട്ട് നിങ്ങൾ ആരുടെ മുൻപിലാ ജയിക്കാൻ പോകുന്നത്? അങ്ങേലി, ശങ്കരൻകുട്ടി മേനോൻ ഇപ്പോഴും ജയിച്ച് തന്നെ നിൽക്കുന്നത്. നിന്റെ പുന്നാര മോൾക്ക് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എടേ, ഈ വീടിന്റെ ഉത്തരത്തില് ഒരു കാലത്തൊരു ശവം ആടി കളിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ എന്തിനാ തൂങ്ങിയെന്നറിയോ? ഇല്ലെങ്കിൽ കേട്ടോ, നിന്റെ മുത്തശ്ശിയില്ലേ, ആ തള്ള കാരണം സർവ്വവും നശിച്ച് കടം വന്നാ എൻ്റെ അച്ഛൻ തൂങ്ങിയത്. അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയതാ ഈ കാണുന്നതൊക്കെ. അതിനകത്ത് അതേ തള്ളയുടെ ഒരു വിത്ത് കാരണം നീയും തൂങ്ങാൻ പോവാ. എനിക്കൊന്നും അറിയില്ല അച്ഛ, പക്ഷെ കുട്ടിയുണ്ടില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ലേ? ഇല്ല. നിന്റെ കുട്ടിയേട്ടൻ പഴനിയിലെ ആരാണെന്നാ പറഞ്ഞേ? കുട്ടിയേട്ടൻ അവിടെ ലെതർ ഫാക്ടറിയിൽ ഹെഡ് ക്ലീനിങ് സെക്ഷന്റെ സൂപ്പർവൈസർ ആണെന്ന് പറഞ്ഞു. ശരി, സൂപ്പർവൈസർ സൂപ്പർവൈസർ. നമുക്ക് അവനെ കാണാം. നല്ലോണം പ്രാർത്ഥിച്ചോ, പഠിച്ചവനൊക്കെ ഒന്ന് എളിയിക്കോട്ടെ. ഇങ്ങോട്ട് വാ. ഇതാ നിനക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റാ. നാളെ സന്ധ്യക്കാണ് ബസ്. നീ മെല്ലെ വിട്ടോ. നീ അമ്മണിക്കുട്ടിയും കൂട്ടി വരുമ്പോഴേക്ക് നിനക്ക് നല്ലൊരു തൊഴിലല്ലേ, അത് ഞാൻ ഏറ്റു. ഇന്നാ ഞാൻ പോണു. ഇന്റെ പണി കൊടുക്കണ്ടല്ലോ. നടന്ന പണി ഒന്നും ശരിയായില്ല. 2 വേഴ്സ് അടിച്ച് 2ഉം കാലി. வாங்கோ சார், வாங்கோ. எங்க உட்காருங்கோ. பையன் உள்ள இருக்கு, நான் கூப்பிடுறேன். யாரோ வெளியூர்காருங்க ஷேவ் பண்றதுக்காக வந்திருக்கு. ஆமா, நீ நாளை நாட்டி போகணும்னு ஆனந்தம் சொல்லியாச்சு. என்ன விஷயம்? അത് ഞാൻ പിന്നെ പറയാം. ஓ எஸ். ഉള്ള ബെഞ്ച് ഇருக்கு, അങ്ക ഉட்காரல. വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അങ്ങേലി, ഇങ്ങോട്ട് വരിക. പോങ്കോ. ഇവൻ എന്നോട് മരുമകൻ, എൻ മകൾ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ. വേലായുധാ, ഞാൻ ഇപ്പൊ വരേ. മോനെ, നീ ഇവിടെ? പറഞ്ഞില്ലേ അയാളുടെ മകൾ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്നവനാണെന്ന്. ഇവനിവിടെ എന്താ പണിന്ന് നീ പറഞ്ഞത്? ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ അല്ലേ? നിന്റെ അഡ്രസ് അന്വേഷിച്ച് നടക്കുന്നതിനിടയില് ഒന്ന് ഷേവ് ചെയ്യാൻ തോന്നിയത് ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാ. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ നിന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അത് ഇവളെ കാണിക്കാതിരിക്കാനെങ്കിലും ഞാനിവിടെ കയറാതിരുന്നാനെ. എന്റെ മോള് ഉത്തരത്തിൽ തൂങ്ങി മരിക്കാൻ പോയി.
എന്തിനാണെന്നറിയാം? ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ കുട്ടിയേട്ടനെ അവൾക്ക് കല്യാണം നിശ്ചയിക്കാത്തതിന്. ഏതായാലും നീ അനുസരണയുള്ളവനാ. അന്ന് നിന്നോട് ഞാൻ ചെരക്കാൻ പറഞ്ഞു, നീ അത് തന്നെ ചെയ്തു. നിന്റെ മുന്നിൽ എന്നെ കൊണ്ടുവന്നിരുത്തിയതും നിന്റെ ഒരു യോഗാണെന്ന് കൂട്ടിയാ മതി. ജോലി തുടങ്ങടാ. കളരിക്കൽ ശങ്കരൻകുട്ടി മേനോന്റെ താടി പഠിക്കാൻ കിട്ടുന്നത് പോലും ഒരു സുഹൃത. പതുക്കെ പതുക്കെ. ഇവിടെ ഇവിടെ. മുഴുവനാക്കടാ. അമ്മിണി നിക്കടി. ഒന്നും കാണാതെ അച്ഛൻ വാശി പിടിക്കൂലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അവൻ നിന്നോട് പറഞ്ഞതും എഴുതിയതും എല്ലാം കള്ളമായിരുന്നു. ആളുകളെ പറ്റിച്ച് ഏതോ ഒരു തമിഴത്തി പെണ്ണിനെയും കെട്ടി ഇവിടെ കൂടാൻ പോകുന്ന എവന് വേണ്ടിയാണോ എന്റെ മോള് കരഞ്ഞതും കാലു പിടിച്ചതും ഒക്കെ? എത്രയാ? 1.5. കൈനീട്ടുവാ. ഇന്നത്തെ ദിവസം ഐശ്വര്യത്തോടാവട്ടെ. ആരോടും ഇതുവരെ തോറ്റിട്ടില്ല എന്ന് ശങ്കരൻകുട്ടി മേനോൻ എന്നും അഹങ്കരിക്കും. അപ്പോഴും ഒരിക്കലെങ്കിലും നിന്റെ മുന്നിൽ തോറ്റു കാണണമെന്ന് ഉള്ളാലെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. മറ്റാർക്കും വേണ്ടിയല്ല, എൻ്റെ മോൾക്ക് വേണ്ടിയാ. കാരണം എന്താണെന്നറിയോ? എൻ്റെ മോളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. ഒന്ന് ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് തന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ? താനാണോ ഇവന് ഈ സൂത്രം പഠിപ്പിച്ചത്? താനും നന്നായി വരും. എന്നാച്ച് ചൊല്ല്, പറ മോനെ. ഒന്നുമില്ല. ആ പോയത് എൻ്റെ അമ്മാവനാ. ഞാൻ നിങ്ങളോട് ഒരുപാട് കളവ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ജീവിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയായിരുന്നു. ആ ബാഗ് അന്ന് തട്ടിപ്പറിച്ച് ഞാനാ. ഒരു ശിക്ഷയെ വേണ്ടു. ഈ കഴുത്തിൽ ഞരമ്പൊന്ന് വെട്ടിത്തന്നാ മതി. முருகன் வந்துட்டே சார். எழுந்துருங்க. ஐயோ, ஏன் சார் இப்படி கவலைப்படுறீங்க? முருகன் தனியா வரல, உங்க மனைவியோட வந்திருக்கிறேன். ஆமா, அவங்க உங்களுக்காக காத்துக்கிட்டு இருக்காங்க. போங்க சார்.
சொல்லிட்டேன். உங்களுக்காக அங்க எல்லாரும் காத்துட்டு இருக்காங்க. உட்காருங்க. வாங்க.